മനോഹര, ഇതിപ്പോ തെങ്ങി കയറാൻ എനിക്കറിയായിരുന്നെങ്കിൽ ഞാൻ തെങ്ങി കയറിയന്നെ. പക്ഷെ എനിക്കത് അത്ര വശമില്ലാത്തതുകൊണ്ട് പറഞ്ഞത്. നീ നാളെ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ദിവസം കുറെ ആയി. ആ ആ ആ ഉറപ്പായിട്ടും വരണം. ഇനി മാറ്റമില്ലല്ലോ? ഇല്ലെങ്കിൽ ഞാൻ തെങ്ങി കയറി അങ്ങ് തേങ്ങ ഇടും. ശരി ശരി ശരി, ഓക്കെ ഓക്കെ. ഇരിക്കും. കുടിക്കാൻ എന്തെങ്കിലും? ഒന്നും വേണ്ട സാറേ. വൈഫേ സൂപ്പർ മാർക്കറ്റ് വരെ പോയിക്കാ, വേണേ ഞാൻ എടുക്കാം. അയ്യോ ഒന്നും വേണ്ട. എന്തൊക്കെയുണ്ട് വിശേഷം? ചെറിയൊരു വിശേഷം ഉണ്ട്. എന്താണ്? എനിക്ക് വില്ലേജ് ഓഫീസറായിട്ട് പ്രൊമോഷൻ കിട്ടി. അത് കളിക്കല്ല. ഏത് വില്ലേജില്? ഇവിടെ കാട്ടിക്കുഴി വില്ലേജില്. നല്ല വില്ലേജാ. ഞാൻ കുറച്ച് നാൾ അവിടെ ജോലി ചെയ്തിരുന്നു. നല്ല ഉദ്യോഗസ്ഥരൊക്കെ ആയിരുന്നു അന്ന്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. അപ്പൊ എന്നാ ജോയിൻ ചെയ്യണേ? ഇപ്പൊ ജോയിൻ ചെയ്യണം. അപ്പോ എന്റെ ഹസ്ബൻഡിനൊരാഗ്രഹം. ലീവ് എടുത്തിട്ട് നേരെ ഗൾഫിലോട്ട് പോകാനായിരിക്കും. അയ്യോ അങ്ങനെയല്ല, സാറ് സർവീസിലുണ്ടായിരുന്നപ്പോഴേ സാറിന് ഈ മികച്ച വില്ലേജ് ഓഫീസർ എന്ന് പറഞ്ഞ അവാർഡൊക്കെ കിട്ടിയതല്ലേ. അപ്പൊ അതുപോലെ എനിക്കും അവാർഡ് കിട്ടണമെന്ന് പുള്ളിക്കാരനൊരാഗ്രഹം. അതിന് വേണ്ടത് എന്താ ചെയ്യണം എന്നൊക്കെയാ പുള്ളി പറയണേ. അപ്പൊ ഞാൻ വിചാരിച്ചു സാറിനോടൊന്ന് ചോദിച്ചാല്. അതിലിപ്പോ അതൊക്കെ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെയാണ് അതൊക്കെ വരുത്തേണ്ടത്. പിന്നെ ഞാനൊക്കെ വർക്ക് ചെയ്ത കാലത്തുള്ള രീതി അല്ലല്ലോ ഇപ്പോൾ. അന്ന് ഈ അപേക്ഷ എന്ന് പറയുന്നത് ഒരു വെള്ള കടലാസിൽ എഴുതി തരുന്നു. അതിൽ ബഹുമാനപ്പെട്ട വില്ലേജ് ഓഫീസർക്കെന്ന്, പിന്നെ അവസാനം താഴ്മയോടുകൂടി അപേക്ഷിക്കുന്നു, താഴ്മയായി അപേക്ഷിച്ചു കൊള്ളുന്നു എന്നെഴുതാത്തതിന് അപേക്ഷ നിരസിച്ച ഉദ്യോഗസ്ഥരെ എനിക്കറിയാം. മൂങ്ങാപ്പാറ വില്ലേജ് ഓഫീസർ ആയിരുന്ന ആളല്ലേ പുള്ളിനെ. ഞങ്ങൾ വിളിക്കണ പേരൊക്കെ സത്യം പറഞ്ഞാൽ പുറത്തു പറയാൻ കൊള്ളില്ല, അത്ര ദുഷ്ടത്തരായിരുന്നു. അല്ല, അത് പറഞ്ഞില്ലേ, പൊതുജനം പലവിധമല്ലേ. അപ്പം അങ്ങനെയൊന്നും ആവരുത്. ഒരു കാര്യം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം. ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നില്ലേ? അതെപ്പോഴും മനസ്സിലിടുക, എന്നിട്ട് അങ്ങോട്ട് ജോലി ചെയ്യുക. പിന്നെ ഈ 2 ദിവസം കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ 2 ആഴ്ചയും 2 മാസവും ഇട്ട് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കരുത്. ചെയ്തു കൊടുക്കാനുള്ളത് അപ്പം അങ്ങ് ചെയ്തു കൊടുക്കുക. പിന്നെ ഈ ചെയ്യുന്നതിന് പാരിതോഷികമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും തന്നാൽ അതൊന്നും കൈപ്പറ്റരുത്. അതിനാണ് നമുക്ക് സർക്കാർ കൃത്യമായിട്ട് ശമ്പളം തരുന്നത്. നമ്മുടെ മുമ്പത്തെ വില്ലേജ് ഓഫീസർ മേടിക്കായിരുന്നു, പക്ഷെ അത് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണം. അങ്ങനെയുള്ള ഒന്നും ആ ഒരു പ്രവണതകളൊന്നും വേണ്ട. അല്ല ഞാൻ പറഞ്ഞു. അതെ, അതൊന്നും മനസ്സിൽ വെച്ചേക്കണ്ട. അതൊക്കെ കളയുക. എന്നിട്ട് നല്ല രീതിയിൽ ജോലി ചെയ്യുക. ആൾക്കാരോടൊക്കെ നല്ല സമീപനത്തോടു കൂടി, നല്ല പെരുമാറ്റത്തോടു കൂടി അവർക്ക് വേണ്ട കാര്യങ്ങൾ അപ്പം ചെയ്തു കൊടുക്കുക. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. ദിലേട്ടാ, ഇവിടെ ഒരു ചാല് കീറി കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിന്റെ പ്രശ്നം നിൽക്കൂലോ. കാര്യമില്ലാണോ, അതൊക്കെ കൊറേ നോക്കി ചളിയായില്ലേ. ഒന്നും കാര്യമില്ല. ദിലേട്ടാ, ഇതപ്പ കഴിയൂട്ടോ. നിങ്ങൾ എവിടെ പോയിട്ട് എന്നോട് വരുമെന്ന് പറഞ്ഞേ? ഇല്ലടാ, ഞാൻ പറഞ്ഞില്ലേ വില്ലേജിലൊന്ന് പോകേണ്ട ആവശ്യമുണ്ട് പറഞ്ഞില്ലേ. അച്ഛന്റെ ഈ പെൻഷന്റെ കാര്യത്തിന്. മറ്റേ പുതിയ ഓഫീസർ ശരിയാക്കും പറഞ്ഞേ. ശരിയാക്കുന്നൊക്കെ തന്നെ ഞാനും വിചാരിച്ചു. ഇപ്പൊ ഞാൻ ചെന്ന് അന്വേഷിച്ചപ്പോ പറയാണ് അയാൾക്ക് അച്ഛനെ കാണണം, എന്തൊക്കെയാ കാര്യങ്ങളെന്ന് കൃത്യമായിട്ടൊന്ന് അന്വേഷിക്കണം. അവരൊക്കെ ഉദ്യോഗസ്ഥരല്ലേ, അവര് പറയണ കേൾക്കാനല്ലേ നമുക്ക് പറ്റുള്ളൂ. ശരിയാണ്. അക്ഷയില് സകല പേപ്പറും ഞാൻ കൊണ്ടുപോയി കൊടുത്തതാ. എല്ലാം വേണ്ടതൊക്കെ പറഞ്ഞതൊക്കെ എഴുതി കൊടുത്ത, അപേക്ഷ കൊടുത്തു. ഇത് കണ്ട അവർക്ക് അറിയില്ലേ? ക്യാൻസർ പേഷ്യന്റ് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? എന്തിനു പറയണ സ്തുതി? ഇനി വേറെ അതിലുണ്ടല്ലോ, നമ്മൾ അപേക്ഷയിലേ കൊടുക്കണേ. എല്ലാം വേണം. ഈ അപേക്ഷ കൊടുക്കുമ്പോ എന്തൊക്കെ സംഗതി വേണം വെച്ചിട്ടാ സകല പേപ്പറും കൊടുത്താ. ഇനി വന്ന് അന്വേഷിക്കണവർക്ക്. അപ്പൊ അന്വേഷിക്കട്ടെ, നമ്മുടെ ഗതി ഇല്ല. എന്താ പറയണേ? അച്ഛൻ ഇങ്ങനെ കാട്ടല്ലേ. അതില് ഞാൻ ഈ തുടച്ചുതരാന്ന് പറയണേ. ഞാനേ സ്തുതിയെ കാലത്തേക്കുള്ള ഭക്ഷണം ഞാൻ കൊടുത്തു. മരുന്ന് കൊടുത്തു. ഇനിയിപ്പോ ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഞാൻ അവിടെ മൂടി വെച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ. അപ്പൊ അത് എടുത്തു കൊടുക്കുക. അതിനുശേഷം ഗുളിയൊന്ന് ഓർത്താൽ മതി. കഴിച്ചോളൂലേ? ബുദ്ധിമുട്ടാ കൊടുക്ക്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആയിക്കോട്ടെ. നീ ഇരിക്കും, ഞാൻ ഒന്ന് ഡ്രസ് മാറ്റട്ടെ കേട്ടോ.
അത് തലയിൽ ഇടുവാനല്ല, ഇറക്കം പിടിക്കൂലേ. എന്തൊരു വെറുപ്പായത്. ഉദേട്ടാ, ഞാൻ പണ്ട് കാണുന്നതിനെക്കാണ്ട് ഉഷാറായിട്ടുണ്ട്. ഇപ്പൊ ചെറുപ്പക്കാരായിട്ടുണ്ട്. കരത്തിന്റെ അടക്കണ്ട 5.5 സെന്റിന്റെ സ്ഥലം. കരോ? ആ നോക്കട്ടെ. ഇവിടെ അല്ല, അവിടെ കൊടുക്കൂട്ടോ. സാറേ, അതെന്താ 5.5 സെന്റ് അപ്പൂ? സാറേ, അല്ല ഇവിടെ സാറേ, അവിടെ ഇവിടെ തരാൻ വേണ്ടി പറഞ്ഞു. ഇവിടെ തരാൻ പറഞ്ഞ? ആ സാറേ, 5.5 സെന്റിന്റെ ഭൂവുടസ്ഥനാണ് ഞാൻ. 5.5 ഏക്കറാ? സാറേ, വെറും 5.5 സെന്റ്. ഓഹോ, എവിടെയാണ്? അതാ വയൽക്കര എന്റെ. അപ്പൊ കോടിക്കണക്കിന് രൂപ കിട്ടിയിട്ടുണ്ടാവില്ല. ഹൈവേക്ക് റോഡ് എടുത്ത് പോയത് ആ സൈഡിലല്ലേ? എന്റെ സാറേ, 6 വരി പാത അതിലേ പോകുന്നുണ്ട്. പക്ഷെ ചെറിയൊരു വ്യത്യാസത്തിന് നമ്മളതിലേ പോയിട്ട് ഒന്ന് വളഞ്ഞ് തിരിഞ്ഞ് നേരെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ലക്ഷപ്രഭുവായിരുന്നു. എന്താ ഇപ്പൊ ഇതില്? സാറേ, എന്റെ അപ്പൂപ്പന് ശ്രീധനായിട്ട് കിട്ടിയാന്ന് 5 സെന്റ്. അതൊരു വെളിവില്ലാത്ത അപ്പൂപ്പൻ. ശ്രീധരൻ മേടിക്കുമ്പോൾ 5 ഏക്കറിലും മേടിക്കണ്ടേ? 5 സെന്റ് പോയിക്കോട്ട് പന്നി പിടിച്ച് മൂപ്പർ തിന്നപ്പോ ചത്തു. അത് നേരെ അമ്മൂമ്മ കിട്ടിയല്ലോ. അമ്മൂമ്മ മട്ടലും തേങ്ങയും മട്ടലെല്ലാം തറക്ക വീണ് ഒരു നോവലിസ്റ്റാണ്? അല്ല, കഥ എഴുതണ? അല്ല സാർ, എന്റെ അമ്മൂമ്മ മരിച്ചപ്പോ എന്റെ അമ്മ കിട്ടിയല്ലോ. ഏത്? ഈ 5.5 സെന്റ്? ഈ 5.5 സെന്റ് അത് ശരി. അലങ്ങ മതി. ഇടിമിന്നലേറ്റ് എന്റെ അമ്മ ചത്തുപോയി. ഡെത്ത് സർട്ടിഫിക്കറ്റ് ആണോ? അമ്മ എന്താണ് തന്റെ ആവശ്യം? 5.5 സെന്റ് സ്ഥലം. 5.5 സെന്റ് സ്ഥലം അതിനിപ്പ എന്താണ്? ഇപ്പൊ എനിക്ക് കിട്ടിയല്ലോ. ഇപ്പൊ എന്റെ പേരിലാണല്ലോ. ഇപ്പൊ എനിക്ക് ഒന്നും കേടുപാടൊന്നും വന്നിട്ടല്ലോ. ഇല്ല ഇല്ല. അപ്പം ഇതിന്റെ ഇടക്ക് ഒരു 2-3 ആള് വന്നിട്ട്, പെണ്ണുങ്ങളെല്ലാം വന്നിട്ടുണ്ട്. മൊത്തം ആളെന്നെടുത്തു. തൊഴിലുറപ്പിന്റെ? 4 ഡീസന്റ് ആൾക്കാർ നല്ല ഇതെല്ലാം ഇട്ടിട്ട്, സാരിയെല്ലാം എടുത്തിട്ട് ഒരു മിഷൻ ഉണ്ട്, കുറെ കാര്യങ്ങളുണ്ട്, എല്ലാം അളന്ന് ഇടുന്നു. ഇപ്പൊ 5.5 സെന്റ് ഉണ്ട്. ഇത് ഇപ്പൊ ഇതിൽ എന്താ വേണ്ട? കരം അടക്കണോ അല്ലെങ്കിൽ എന്താ വേണ്ടത്? സാറ് ഇപ്പം പറയുന്ന 3.5 ഇല്ലൂ. ഇപ്പൊ 5.5 സെന്റ് ഉണ്ടായാലും ഇപ്പൊ 3.5 സെന്റ് ഉള്ളൂ. സാർ, മൊയ്തു സാറിനെ കാണിച്ചു പിന്നെ എന്തിനാണ് സാറേ കറക്റ്റ് ചെയ്ത് തരുന്നത്? ഇവിടെ കുറെ പുറത്താണ് പറയേണ്ട ആവശ്യം. കണ്ടപ്പേര് ഞാൻ എടുത്തിട്ടുണ്ട്, പറ കൊടുത്തു. സാറേ, സ്ഥലം കുറവുണ്ടെന്നാ പറയണ. 5.5 സെന്റ് ഉണ്ട്, അത് നികുതി അടച്ചത്. ഇപ്പൊ 3.5 ഉള്ളൂ. സാറേ, എന്റെ അപ്പൂപ്പന് എനിക്കറിയാം. അപ്പൂപ്പന്റെ പേരിലുണ്ടായ 5.5 സെന്റ് സ്ഥലം അപ്പൂപ്പൻ മരിച്ചപ്പോ അത് അമ്മൂമ്മന്റെ പേരിലായി. അമ്മൂമ്മ മരിച്ചപ്പോ അത് അമ്മേന്റെ പേരിലായി. അമ്മ മരിച്ചപ്പോ അത് എന്റെ കയ്യിലായി. ഇത്രയല്ലേ ഉള്ളൂ. അമ്മ ഓഫീസ് ഭയങ്കര സെറ്റപ്പാണല്ലോ. ഇവിടെ പറഞ്ഞ നിമിഷ തരം കൊണ്ട് ഇവിടെ പ്രിന്റ് അടിച്ചു വന്നു. ഭയങ്കര സംഭവം സാറേ. പ്രിന്റ് അടിച്ചു വരും? പ്രിന്റ് അടിച്ചു വന്നല്ല, അവിടെ പറയണേ ഞാൻ കേട്ടതാ. ഓ, അങ്ങനെ. എന്താ ഇനിയിപ്പോ എന്താ വേണ്ടപ്പോ? അത് 5.5 സെന്റ് സാറേ, കിളിയാണ് കിളി. കിളിയല്ല, ഉണ്ണിയാണ്. അതെ, ഉണ്ണിക്കിളി. എന്നിട്ട് എന്റെ സാറേ, ഞാനേ എന്റെ അപ്പൂപ്പൻ ഇല്ല കാലം പോലെ 5.5 സെന്റ് നികുതി അടക്കുന്നുണ്ടല്ലോ. അപ്പൂപ്പൻ, അമ്മൂമ്മ, അമ്മ, ഇപ്പൊ ഞാൻ. നോക്കിക്കോ, കഴിഞ്ഞ പോലെ അടച്ചത് കണ്ട സാറേ. അളന്നപ്പോ അവര് പറയുന്ന 3.5 സെന്റ് ഇല്ലൂന്ന്. അപ്പൊ ഞാൻ 3.5 സെന്റ് അടച്ചാ പോരെ സാറേ? മതിയല്ലോ. പോരല്ലോ. അക്ഷയക്കാരെ പറയുന്ന 5.5 സെന്റിന് അടക്കണം. ആണോ? അതല്ല ഇപ്പൊ പ്രശ്നം. അതെന്താ അറിയോ? അത് നിങ്ങള് ഇപ്പൊ 5.5 സെന്റിന് അടക്കേണ്ടി വരും. എന്നിട്ട് ഈ ഡിജിറ്റൽ സർവേ ഒക്കെ കഴിഞ്ഞിട്ട് അതിന്റെ ഓർഡർ വരും. ആ ഓർഡർ നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ 3.5 സെന്റിന് അടച്ചാണ് കേട്ടോ. അടക്കാതിരിക്കാ സാറേ. എന്റെ അപ്പൂപ്പൻ ഇല്ല കാലം പോലെ 5.5 സെന്റ് അടക്കുന്നുണ്ടല്ലോ. പിന്നെ അമ്മൂമ്മ, അമ്മ, ഇപ്പൊ ഞാനും അടക്കുന്നില്ല. കഴിഞ്ഞ കൊല്ലം വരെ അടച്ച കണ്ട് അല്ലേ?
അപ്പൊ ഞാൻ നമ്മക്കാന്ന 3.5 സെന്റും 2 സെന്റ് അധികമാണല്ലോ നമ്മ അടച്ചോണ്ടിരിക്കുന്നത്. ആ കാലം മുതൽ ഈ കാലം വരെ 2 സെന്റ് ഇപ്പൊ എക്സ്ട്രാ കൊടുത്ത പൈസ ഒന്നിച്ച് സാർ എടുത്ത് തന്നെ. ശരി. അപ്പൊ 5.5 സെന്റ് 3.5 സെന്റ് ആയിപ്പോയതിന്റെ സങ്കടമല്ല എനിക്ക്. ഈ ചില്ലറ പൈസ നികുതി പണം അടച്ചാൽ കിട്ടാത്തതിന്റെ സങ്കടം അല്ലേ? അത് നടക്കണ കാര്യമില്ല. വേറെ പണി നോക്ക്. സാറേ അതെ ഉപശ്രീധരം 2 സെന്റ് 3 സെന്റ് ആയല്ലോ 3.5 സെന്റ് 2 സെന്റിന്റെ എത്ര കാലം മുതൽ അടച്ചോണ്ടിരിക്കുന്നു. പറഞ്ഞല്ലോ സാറ് പറഞ്ഞല്ലോ. അതെ ഇങ്ങോട്ട് നോക്ക്. എനിക്ക് കൂടുതൽ നിർബന്ധമാണെങ്കിലേ അത് കിട്ടി അടങ്ങുന്നെങ്കിൽ ആ ഡിജിറ്റൽ സർവേ ചെയ്തില്ലേ ഓരോ പോയി കണ്ടാ മതി. അല്ലേ ഓറ് തരുമോ? അവര് തരും. അത് ആദ്യം ഓറ് പറഞ്ഞാൽ മതിയല്ലോ. അവര് തരും. വിശ്വാസിയല്ലേ? അപ്പൊ ഒരു ഹോമമുണ്ട്, പോക്കൊരു ഹോമം, പോയത് വരാൻ, അത് ചെയ്താൽ മതി. നോർമൽ അല്ല എനിക്ക്